ഈ പ്രാവശ്യത്തെ നബിദിനം ഒഴിവാക്കുക, എന്നിട്ട് അതിന് ചെലവഴിക്കുന്ന തുക മുഴുവനും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നമ്മൾ നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പുറമെ അവർ സുന്നിയാണ്, ഞങ്ങൾ മുജാഹിദും ജമാഅത്തൊന്നുമല്ല എന്നൊക്കെ ആദ്യം തന്നെ അവർ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. എന്നിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയം, നബിദിനം നമുക്ക് കഴിക്കണ്ട, എന്നിട്ട് ആ പണം മുഴുവനും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാം എന്നതാണ്. വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിലുള്ള ആളുകൾ മുഴുവനും സഹായിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ സഹായം ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ സഹായം ചെയ്യും. അവരൊക്കെ നമ്മുടെ സഹോദരന്മാരെ തന്നെയാണ്. അപ്പോൾ ഇത് നബിദിനം മാത്രമല്ല, പണം ചെലവാക്കുന്ന ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ പറയുന്നയാൾ ഉപയോഗിക്കുന്ന മൊബൈല്, ഇപ്പോൾ ഈ ഒരു ആശയം പറയുന്ന ആൾ നബിദിനം വേണ്ട, നമുക്ക് ആ പണം മുഴുവനും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഈ വ്യക്തികൾ ഉപയോഗിക്കുന്ന 30,000-വും 20,000-ത്തിൻ്റെ ഒക്കെ ഫോൺ ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു 1,000-2,000-ത്തിനോ കിട്ടുന്ന ഫോൺ വാങ്ങിയിട്ട് ബാക്കി ഉള്ള ആ പണം, 20,000-ത്തിൻ്റെ ഫോണാണെങ്കിൽ ആ ഫോൺ വിറ്റിട്ട് ഒരു 15-16 റുപ്യക്ക് വിറ്റിട്ട് ഒരു 1,000-2,000 റുപ്യേൻ്റെ ഫോൺ വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള പൈസ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഒരുപാട് പണം ചെലവാക്കിക്കൊണ്ട് നടത്തുന്ന കല്യാണങ്ങളുണ്ട്. തൽക്കാലം ആ കല്യാണങ്ങൾ വെറും ഒരു 10-20 ആളുകൾ മാത്രം വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ബാക്കി പണം വയനാട്ടിന് കൊടുക്കുക. അപ്പോൾ ഒരു മഹല്ലത്തിലും ഒരു കല്യാണം നടക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എല്ലാ കല്യാണങ്ങളും 5-10 ആളുകൾ മാത്രം വിളിച്ചു വരുത്തിയിട്ട് ഒരു കല്യാണം നടത്തുക, എന്നിട്ട് അതിൽ നിന്നൊരു തുക അങ്ങോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വില കൂടിയ വസ്ത്രം ധരിക്കുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാളെ മുതൽ ആരും ഇവിടെ വസ്ത്രം ഇടണ്ട, മറിച്ച് നമ്മൾ വാങ്ങുന്ന വസ്ത്രത്തിൻ്റെ തുക മുഴുവനും വയനാടിന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇറച്ചി വാങ്ങും, മീൻ വാങ്ങും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ജീവിച്ചു പോകാൻ കഞ്ഞിയും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ അച്ചാറോ പപ്പടമൊക്കെ മാത്രം കഴിച്ചിട്ട് എല്ലാ ദിവസവും ഇത് കഴിക്കുക. ഇറച്ചി, മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ തുക വയനാടിന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വാഹനം ഓടിക്കുന്നവരാണ്. ചിലർ കാറില്ലാതെ എവിടേക്കും പോകില്ല. ഇപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തി, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ഇങ്ങനെ, അപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി ചെയ്യണം തോന്നിയത്. ഈ പറയുന്ന വ്യക്തി ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത്, നമുക്ക് നബിദിനം ഒഴിവാക്കുക, എന്നിട്ട് അതിന് ചെലവാകുന്ന തുക വയനാടിന് കൊടുക്കണം. ഇവന് ഈ പറയുന്നത് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ലക്ഷറി കാറിൽ ഇരുന്നിട്ടാണ് ഇവൻ ഈ വീഡിയോ ചെയ്തിട്ട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ആദ്യം ഈ പറയുന്ന മാന്യ വ്യക്തി എന്ത് ചെയ്യുക, ഈ വണ്ടി വിറ്റിട്ട് ഇവിടെ ജീവിക്കാൻ ഇപ്പോൾ നമുക്കൊരു സാധാരണ ഒരു ബൈക്കോ സ്കൂട്ടറോ ഒക്കെ മതി, എന്നിട്ട് അത് വാങ്ങുക. ആ വിറ്റ വണ്ടിയുടെ ബാക്കി തുക, നീ വണ്ടി വാങ്ങിയിട്ട് ആ ബാക്കി തുക വയനാടിന് കൊണ്ടുപോയി കൊടുക്കുക എന്ന് വേണ്ട. നമ്മൾ ജീവിക്കുന്നതിന് എന്താണോ ആവശ്യം അത് മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവനും വയനാടിന് കൊടുക്കുക. ഇതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയാം. ഇനി ഇതിനോട് ചേർത്തുകൊണ്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം. നബിദിനത്തിന് ഇവിടെ ആരും പ്രത്യേകിച്ച് പണം ദൂർത്തടിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ കല്യാണങ്ങളും ഇവിടെ നടക്കുന്ന ആർഭാടപരമായ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നബിദിനത്തിന് ചെലവാക്കുന്നതിൻ്റെ ഒരു 10% പോലും അതിന് വരുന്നില്ല. അഥവാ നബിദിനം കഴിക്കുന്നത് വർഷത്തിൽ ഒരു തവണയാണ്. ഇവിടെ വർഷത്തിൽ ഒരു മഹല്ലത്തിൽ എത്ര കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, അതിന് ചെലവാകുന്ന തുക എത്രയാണ്, അതൊന്ന് കൂട്ടി നോക്കുക. എന്നിട്ട് നിങ്ങൾ നബിദിനത്തിന് ചെലവായ പൈസയും കൂട്ടി നോക്കുക. എന്ത് മഹാവിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ആയിട്ട് പറയുന്നത് മുജാഹിദ് ജമാഅത്തിന് ഞങ്ങൾ സപ്പോർട്ടല്ലാന്ന്. ഇത് അസല് ഉള്ളിൽ ഈ വഹാബിസം കടന്നുകൂടിയതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ വയനാടിനെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിലൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്.
നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ചും നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചും നമ്മുടെ സംഘടനകൾ കേന്ദ്രീകരിച്ചും പാർട്ടികൾ കേന്ദ്രീകരിച്ചും വ്യക്തികൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ചില ചാരിറ്റി സൊസൈറ്റികൾ, അങ്ങനെ ഏതൊക്കെ വഴിയിലൂടെ വയനാടിനെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇനി ഗവൺമെന്റിന് ഡയറക്റ്റായിട്ട് പൈസ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെയും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതിലും അപ്പുറത്തേക്ക് എങ്ങനെ സഹായിക്കണം, അല്ലെങ്കിൽ ഈ നബിദിനം ഒഴിവാക്കിയിട്ട് അവരെ സഹായിച്ചത് കൊണ്ട് ഒരു പ്രത്യേക പുണ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സഹായം അവിടെ സംഭവിക്കുന്നുണ്ടോ എന്നും കൂടി ഇവർ പറയണം. പിന്നെ മറ്റൊരു കാര്യം, ഈ നബിദിനം ആഘോഷം എന്ന് പറയുന്നത് പ്രായമായ ആളുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ദിവസം വരുന്ന സമയത്ത്, ഒരു വർഷത്തിൽ ഒരു ദിവസമാണ്, ഈ ഒരു വർഷത്തിൽ ഒരു ദിവസം സന്തോഷിക്കുന്നത് നമ്മുടെ ചെറിയ മക്കളാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെയൊക്കെ മക്കൾ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ മക്കൾക്ക് അന്നേ ദിവസം ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നബിദിനം വന്നു കഴിഞ്ഞാൽ നമ്മൾ തോരണം കെട്ടുന്നു, അല്ലെങ്കിൽ ബൾബുകൾ, ചെറിയ ചെറിയ ബൾബുകൾ കത്തിക്കുന്നു. പിന്നെ അതുപോലെ കാര്യമായിട്ട് ഇതൊക്കെ സന്തോഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ സന്തോഷമാണ്. അവരാ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പുതിയ കുപ്പായൊക്കെ ധരിച്ച് മദ്രസയിലേക്ക് വരുമ്പോൾ അവിടെ ആകെ തോരണം കെട്ടി, ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം വരും. അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭൂരിഭാഗം പണം ചെലവാക്കുന്നത്. പിന്നെ അവിടെ നടക്കുന്നത് കുട്ടികളുടെ പിന്നെ ഒരു ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രയിൽ എന്താണ് നടക്കുന്നത്? ഒരുപാട് ചില ആളുകൾ, താല്പര്യമുള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും വെള്ളമോ മറ്റു പാനീയങ്ങളോ മിഠായിയോ മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്നു. ഇവിടെയും ഒരു നിലക്കുള്ള ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു സേവനം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ റാലിക്ക് പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. പിന്നെ രാത്രി, നബിദിനത്തിൻ്റെ അന്ന് രാത്രി കുട്ടികളുടെ പരിപാടികൾ നടക്കും. ഇതും കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. ആ കുട്ടികൾക്ക് നമ്മൾ പാട്ട് പാടിയതിനും പ്രസംഗം നടത്തിയതിനും അവർ കാഴ്ചവെച്ച പെർഫോമൻസിനൊക്കെ നമ്മളെന്ത് ചെയ്യുന്നു? ആ നാട്ടുകാരായ കുറച്ച് ആളുകൾ കൂടി, ആ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ആ പരിപാടി അവതരിപ്പിച്ച് നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു. ഇതാണ് പരിപാടി. പിന്നെ കുറച്ച് മൗലിദ് ചൊല്ലുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന പണം ദൂർത്തടിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവായ രൂപത്തിലൊക്കെ സന്തോഷിക്കുന്നുണ്ട് ആ പണം മുഴുവനും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആദ്യം പറഞ്ഞ കാര്യം, അഥവാ നമ്മൾക്ക് ജീവിക്കാൻ ഇവിടെ എന്തോ വേണ്ടത് അത് മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവനും വയനാട്ടിന് കൊടുക്കണം ഈ പറയുന്ന ആളുകൾ. അവർ വില കൂടിയ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വില കൂടിയ വാഹനം ഉപയോഗിക്കാൻ പാടില്ല, വില കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് വേണ്ട, അവരുടെ വീട് തന്നെ, അവർ താമസിക്കുന്ന വീട് എന്തിനാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വീടിൻ്റെ ആവശ്യം എന്താ? ഇവിടെ താമസിക്കാൻ ചെറിയൊരു വീട് മതി, ഒരു 600-700 സ്ക്വയർ ഫീറ്റുള്ള വീട് മാത്രം മതി. അപ്പോൾ അവരൊരു കാര്യം ചെയ്യട്ടെ, അവരുടെ വീട് വിറ്റിട്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ചെറിയ പൈസയുടെ വീട് വെക്കുക, ബാക്കി മുഴുവനും വയനാടിന് കൊടുക്കട്ടെ. അപ്പോൾ ഇവർ ഒന്നും ചെയ്യൂല. മറിച്ച് ഇപ്പം നബിദിനം വരുന്നു, അതിന് കോടിക്കണക്കിന് രൂപ ചെലവാകുന്നു, അതിൽ വല്ലാത്ത ഒരു വിഷമം. ആ വിഷമത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ വിഷമം എന്തിനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് അവർക്ക് മാത്രം വരുന്ന ഒരു മാനസിക രോഗമാണ്. മാനസിക രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിദ്അത്ത്, വഹാബിസം. ഈ വഹാബിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറമേക്ക് ഞങ്ങൾ വഹാബികളൊന്നുമല്ല, അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഈ വക കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർത്തലാക്കുക. എന്നാലോ ഇവരുടെ പണം ദൂർത്തടിക്കുന്നതൊന്നും അതൊന്നും അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇരട്ടത്താപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളുടെ ഷർറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.